ദൈവത്തിന് ഈ പാട്ട് പോലെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഓർത്ത് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ബ്രദറെ. വീഡിയോ ക്ലോസ് ചെയ്തേ, ഇത് നെറ്റ് ക്ലിയർ അല്ല. പ്രാർത്ഥിച്ചു തുടങ്ങും ബാബു ബ്രദറെ, എന്നിട്ട് സിസ്റ്റർക്ക് അവസരം കൊടുക്കാം. സിസ്റ്റർ പാട്ട് പാടാൻ. വീഡിയോ ഓഫ് ചെയ്തേ, നെറ്റ് ക്ലിയർ അല്ല. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ നിന്ന് വർഷത്തിൽ ചെയ്യുന്ന ശിക്ഷയോർക്ക് ശ്രമിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിവലിയുമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശ്യാം കെ തോമസ് അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ആധികാരികമായി പോഷിക്കുവാൻ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചൂടുകൾ, ആലോചനകൾ വ്യക്തമായി നമ്മോട് അറിയിക്കാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ മീറ്റിങ്ങിൽ ഇന്ന് രാത്രി വേളയിലും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തയായി ഗാന ശുശ്രൂഷയ്ക്കായി സിസ്റ്റർ ബിന്ദു അജോ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Hallelujah. Thank you Lord Jesus. Hallelujah. കർത്താവിന്റെ തിരുപാതി നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബു ബ്രദർ, അതുപോലെ ഗ്രേസി സിസ്റ്റർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് നമ്മുടെ കർത്താവിനെ പാട്ടുകളെ പാടി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവില് നമ്മളെ മറച്ചു സൂക്ഷിക്കുന്ന, കൃപയിൽ നമ്മളെ നിലനിർത്തുന്ന ആ കർത്താവിനെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഒന്നിച്ച് ആരാധിച്ച് മഹത്വം കൊടുക്കാം. കാരണം 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ പാട്ടുകളെ പാടി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. പാടും ഞാൻ.
വർണ്ണിച്ചിടാ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഓർക്കുവാൻ ആമേൻ സ്വന്തമായിരുന്ന ആ പാപച്ചെളിയിൽ നിന്ന് നമ്മളെ വിളിച്ചു വേർതിരിച്ച ക്രിസ്തുവെന്ന മാറമേൽ ഉറപ്പിച്ചു നിർത്തിയ നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തമാ. ആമേൻ. ഹല്ലേലൂയ. 2-3 നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ തിരുവാതയാ നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. തലമുറയായി നമ്മളെ മാനിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുന്ന ആ കർത്താവിന്റെ കൃപയെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകത്തില്ല. നമ്മുടെ ഹല്ലേലൂയ ഹൃദയ വേദനകളെ അറിയുന്ന, നാം കടന്നു പോകുന്ന പ്രതിസന്ധികളെ കാണുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്ന കരം ഇത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പാട്ട് കൂടെ പാടി കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ,
പ്രതിസന്ധികളെ കഴിഞ്ഞ് നമ്മൾ സാക്ഷ്യം പറയുമ്പോഴാകും ചിലർ മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു ഈ പ്രതിസന്ധികളിൽ കൂടി ഈ കുടുംബം കടന്നുപോയത്, ഈ വ്യക്തി കടന്നുപോയത്. ഹല്ലേലൂയ. ആ സമയങ്ങളിലൊന്നും നമുക്ക് ഉത്തരം പറയാൻ കഴിയാതെ നാം ആയിരുന്ന ആ സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകുകയല്ല. നാം ഒന്നും പറയാതെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് അനേകർ കർത്താവിനെ മഹത്വപ്പെടുത്തുമാറ് ദൈവം നമ്മളെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മശക്തമായി ഇടപെടുകയാ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ ദൈവം ഈ നാളുകളിൽ നമ്മൾ അതിശക്തമായി നമ്മളെ കൈവിടാതെ നമ്മളെ ഉപേക്ഷിക്കാതെ ആ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം കടന്നു വന്ന വഴികളിൽ ഇന്ന് നാം ഇങ്ങനെ ആയിരിക്കുവാൻ കൃപ നൽകിയ നമ്മുടെ കർത്താവിന്റെ കരുതലെ ഓർക്കുമ്പോൾ ആരാധിക്കുവാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റാരും ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞ ദൈവത്തിന്റെ ആ വെളിയും തിരഞ്ഞെടുപ്പുള്ള പൈതൽ പറയും, എനിക്ക് ആരാധിക്കുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. Thank you, Lord Jesus. Yes, Rikala. Yes, Rimana. Hallelujah. Thank you, Lord. യഹോവയെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. നീ തളർന്നു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല. നിന്നെ മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ ദൈവം പറയുന്നു, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. Thank you, Lord Jesus. Hallelujah. സമ്പൂർണമായി സമർപ്പിക്കുന്നേ, ഞാൻ എന്നെ നൽകിടുന്നേ. സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയേണമേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥാ ഈ ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥാ ഈ ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ. നിൻ ജീവൻ നൽകിയതാൻ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറി പോയിടുവാൻ ഇടയാകല്ലേ നാഥാ. നിൻ ജീവൻ നൽകിയതാൻ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറി പോയിടുവാൻ ഇടയാകല്ലേ നാഥാ. ഞാൻ എന്നെ നൽകിടുന്നേ. സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവ
കുശവന്റെ കൈയിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയേണമേ. കുശവന്റെ കൈയിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാദാ ഈ ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാദാ ഈ ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. ഹല്ലേലൂയ. ആമേൻ. നാം ഇറങ്ങി തിരിച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മളെ കരുതിയ ദൈവം ആ കർത്താവിന് ഹല്ലേലൂയ മറന്ന് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ആമീൻ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ആ കർത്താവ് ഹല്ലേലൂയ നമ്മളോട് പറയുന്നു, ഒരു സമർപ്പണത്തോടെ ദിവസങ്ങളിലായിരിക്കുമെങ്കിൽ ഞാൻ നിന്നെ ഹല്ലേലൂയ മറ്റൊരു നല്ല മാനപാത്രമാക്കി പണിത് പുറത്തെടുക്കാൻ തയ്യാറാ. ആമീൻ. നിന്റെ സമർപ്പണം അതിനാവശ്യം. ഹല്ലേലൂയ. ഇപ്പോൾ കൃപ പോരെ കർത്താവേ. ആമീൻ. പുതിയ അഭിഷേകം, പുതിയ ബലം, പുതിയ ശക്തി എന്നിലേക്ക് പകർന്ന് എന്നെ നല്ലൊരു മാനപാത്രമാക്കി പുറത്തെടുക്കണമേ എന്ന്, അനേകർക്ക് പ്രയോജനമുള്ള നല്ല മാനപാത്രമാക്കി പുറത്തെടുക്കണമേ എന്നുള്ള ദാഹത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കുമെങ്കിൽ നീ പോലും നനയ്ക്കാത്ത രീതിയിൽ നിന്നെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേക ശുശ്രൂഷകന്മാർക്കിടയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ പിന്നെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും സമയം ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അടുത്ത മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദേവദാസിയോട് നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ബലപ്പെടുത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുസ്തകത്തെ സ്തുതിക്കുക. ദൈവം അതിജനപ്രിയ ആവശ്യത്തെ അനുഗ്രഹിക്കട്ടെ, അവസരങ്ങളെ ഒരുക്കി കൊടുക്കട്ടെ. അതിനകത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാകുന്നു. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ടെന്തെങ്കിലും പ്രാർത്ഥന വിഷയം പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. പെട്ടെന്ന് പറയാം. അതില്ലെന്ന് കരുതുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാകുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ഈ ഗ്രൂപ്പിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ കേട്ട സർവശക്തമായ ദൈവം ഇന്നും നമ്മളെ പ്രാർത്ഥന കേൾക്കുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് ആശ്വാസം പകരുവാൻ, വിടുതലായി തീരുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത് വചനം സംസാരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വലിയ വിടുതലുകൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആളുകളിൽ പ്രാർത്ഥന അപേക്ഷിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഇരിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ പുതിയ ആത്മാക്കൾ കടന്നു വരേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു.
വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട്, രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഇന്ത്യയിലും കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗ്രൂപ്പിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും അനേകരിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാരം ഈ മീറ്റിംഗിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കടന്നു വരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുകയാണ്. പിന്നെ സംഘാടകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് തുടങ്ങിയ നാൾ മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെ പൂർണ്ണമായി സൗഖ്യമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അതിൻ്റെപ്പെട്ട് നശിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കുന്ന ഈ സമയത്ത് ദൈവവചനം ഗ്രഹിക്കുവാനും പഠിക്കുവാനും ദൈവഹിതപ്രകാരം ജീവിക്കാൻ തക്കാണ് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തിൽ അനേക കുടുംബങ്ങൾ വിജനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല് ഒരിക്കലും നശിച്ചു പോകാൻ ഇടയാകില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഈ യേശുവിനെ കണ്ടുമുട്ടുവാനും നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയും ഈ വാർത്താ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ഗ്രൂപ്പിനെ തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അവർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസൻ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാജൻ പാസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തം കൊണ്ടും വചനം കൊണ്ടും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശനിയാഴ്ചയുടെ രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം മുഴുവനും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ഒരു പുതിയ മാസത്തിന്റെ കർത്താവേ പ്രാരംഭ ആഴ്ചക്കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. കർത്താവേ, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ, സമ്പന്നന്മാർ, ആരോഗ്യവാന്മാർ, സൗന്ദര്യവതികളൊക്കെയും പെട്ടെന്നുള്ള മരണത്താൽ ഈ ഭൂമിയുടെ മുഖത്തൊന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, അപ്പച്ചനേക ആയിരങ്ങൾ ആശുപത്രി തോറും ഭവനങ്ങൾ തോറും കിടന്ന് അയ്യം വിളിക്കുമ്പോൾ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചപ്പന്റെ കരുതലിനായി, സ്നേഹത്തിനായി, വിശ്വസ്തതയ്ക്കായി എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല കർത്താവേ. അപ്പ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കാരണമുണ്ട് കർത്താവേ. അപ്പ ഉറ്റവരുടെവരൊക്കെയും തള്ളിപ്പറയുമ്പോൾ കർത്താവെ, മാറ്റമില്ലാത്തപ്പന്റെ കരുതൽ കർത്താവെ, വിശ്വസ്തത ഓർത്താൻ ഞങ്ങൾക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കും കർത്താവെ. യഹോവ ഞങ്ങളുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ മനുഷ്യർ ഞങ്ങളെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പെരുവെള്ളം ഞങ്ങളുടെ മേൽ കവിയാതെ വണ്ണം യഹോവ ഞങ്ങളുടെ പക്ഷത്തുള്ളതിനാൽ ഞങ്ങളെവിടുന്ന് പരിപാലിച്ച വിശ്വസ്തതയ്ക്കായി സ്തോത്രം
എത്ര നന്ദി പറയണപ്പാ, എത്ര സ്തുതിക്കണപ്പാ. ഞങ്ങളെ തന്നെ അപ്പന്റെ കാര്യങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിക്കുന്നവരായി തീരുവാൻ യഹോവേ സ്തോത്രം 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 കർത്താവെ. അപ്പാ യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് കർത്താവെ. അപ്പച്ചാ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കർത്താവെ ഞങ്ങളെ തന്നെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അങ്ങയുടെ വഴികളിൽ തന്നെ നടക്കുവാൻ, അങ്ങയുടെ ഹിതമറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. അപ്പാ കുന്നുകൾ മാറിപ്പോയാലും പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും അപ്പന്റെ ദയ ഒരു നാളും വിട്ടുമാറുകയില്ലല്ലോ കർത്താവെ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ദൈവമാകുക. ഇന്ന് രാത്രി സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമാ. ഞങ്ങൾ അങ്ങയുടെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകിയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവേ രാത്രി ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുക. ഇത്രത്തോളം സമയം അങ്ങയുടെ സാന്നിധ്യത്തിന് മറവ് ഞങ്ങളെ ഇരുത്തിയ വൻ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിപ്പാൻ, അങ്ങേക്ക് വേണ്ടി പാട്ടുകൾ പാടുവാൻ തന്റെ ദാസി അവിടുന്ന് ഒരുക്കിയ വൻ കൃപയ്ക്കായി സ്തോത്രമായിരിക്കും. പട്ടണത്തെ ആയിരിക്കുന്ന രാജ്യത്തെ കർത്താവെ, കുടുംബമായി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ചാ സ്തോത്രം സ്തോത്രി. രാത്രി കർത്താവെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറി ഓരോ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മകനെ അവിടുന്ന് അധികാരപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവെ ഇത് പോരാ കർത്താവെ, ഇത് പോരാ. കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ അറിയപ്പെടുന്ന നിലവാരത്തിൽ എന്റെ മകന്റെ ശുശ്രൂഷകളെ അങ്ങ് മാനിക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം കർത്താവെ. അപ്പാ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് രാത്രി വളരെ ഭാരത്തോടും വേദനയോടും നിരാശയോടും ദൈവസന്നിധി ആരോടും പറയുവാൻ കഴിയാതെ ഭാരമേറിയ വിഷയങ്ങളുമായി കർത്താവെ മറിയെ പോലെ അത് രാവിലെ കല്ലറയുടെ മുൻപിൽ ആരെനിക്ക് വേണ്ടി ആ കല്ലുരുട്ടി നീക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് മുൻപ് തന്റെ ദൂതനെ അയച്ച് കല്ലുരുട്ടി മാറ്റിയതുപോലെ ഇന്ന് രാത്രി കർത്താവെ നീറുന്ന വിഷയങ്ങളുടെ മുൻപിൽ, ജീവിതത്തിന്റെ മുൻപിലിരിക്കുന്ന ഭാരമേറിയ കല്ലുകൾ എന്റെ കർത്താവ് ഇന്ന് രാത്രി ദൂതനെ അയച്ച് ആ വചനത്തിന്റെ ശക്തിയാൽ അവിടുന്ന് ദൂരീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മകളെ ഞങ്ങളെ ഇരുത്തുന്നവൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ഓർത്ത് സ്തോത്രം കർത്താവെ. കർമ്മേലിൽ ഇറങ്ങിയെത്തി ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുമാറാകണം കർത്താവ്. ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയത്തക്ക നിലവാരത്തിൽ എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് മാനിക്കുമാറാകണം കർത്താവെ. സ്തോത്രം. എല്ലാ തലമുറകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിഞ്ചു പൈതങ്ങളെ എല്ലാം രക്തം കൊണ്ട് മധുരം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ സ്തോത്രപ്പാ. പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ടെന്ന് പറയുവാൻ തക്കവണ്ണം എല്ലാ പിഞ്ചു പൈതങ്ങളെ അവിടുത്തെ രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കുന്നു കർത്താവെ. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പച്ചാ സ്തോത്രം. ഞങ്ങളുടെ ബാല്യക്കാരെ ഓർക്കുന്നു, ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു വീഴും. എന്നാലേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി കാത്തിരുന്ന കഴുകന്റെ ശക്തി പ്രാപിച്ചെടുക്കുവാൻ, ഞങ്ങൾ ഉന്നതങ്ങളിലേക്ക് പറക്കുവാൻ തക്കവണ്ണം അപ്പച്ചാ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒഴിഞ്ഞ പാത്രവുമായി ദൈവസന്നിധിയിലായിരിക്കും ഇന്ന് രാത്രി കാലം. അപ്പച്ചാ ഞങ്ങളുടെ പാത്രങ്ങളെ അവിടുന്ന് നിറയ്ക്കുമാറാകണം. പുതുമൻ വീഞ്ഞ് കർത്താവെ പുതിയ തുരുത്തിയിൽ പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇതാ ഏൽപ്പിച്ചു തരിക കർത്താവെ. അപ്പാ യേശു അപ്പ അനേകായിരങ്ങൾ തളർന്നും തകർന്നും കിടക്കുന്നല്ലോ, മദ്യത്തിന് മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്ന ജീവിതങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ നാളുകൾ അവിടുന്ന് ഉടച്ചു വാർക്കുമാറാകണം കർത്താവെ. അങ്ങയുടെ കൈക്കിണങ്ങിയ ആയുധങ്ങളാക്കി അവിടുന്ന് മാനിക്കുമാറാകണം ഇന്ന് കർത്താവെ. അപ്പാ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ ചില ജീവിതങ്ങളെ അവിടുന്ന് പണിതെടുക്കുമാറാകണം കർത്താവെ. അപ്പച്ചാ ഉടഞ്ഞു പോയതൊക്കെ അവിടുന്ന് പുതുക്കി ഒരു നല്ല മാനപാത്രമാക്കി അങ്ങയുടെ നാമത്തിന് മഹത്വമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളെ എല്ലാം പല്ലതും മൂർച്ചയേറിയുമായ അപ്പാ മെതിവണ്ടികളാക്കി പൂണിയിലെ അമ്പുകളൊക്കെ ഞങ്ങളെ മാനിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ.
ഹല്ലേലൂയ. കർത്താവെ, രോഗരാജ്യങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിനായി ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ എല്ലാ അഭിഷക്തന്മാർ കുടുംബങ്ങളെയും കർത്താവിന്റെ സഭയാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില രാജ്യങ്ങൾ ഉണർവിന് വേണ്ടി ഓരോ അഭിഷക്തന്മാരെ, ഓരോ യുവാക്കന്മാരെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണം കർത്താവെ. വടക്കേ ഇന്ത്യയെ ഞങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ കൂടി സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് മാറ്റം വരാതെ വണ്ണം കർത്താവെ, പാർസി രാജ്യങ്ങൾക്ക് നീക്കം വരാത്ത വണ്ണം നിയമ സംഹിത അവിടുന്ന് ഉണ്ടാക്കി കർത്താവെ, തന്റെ ജനത്തെ അവിടുന്ന് പരിപാലിക്കുമാറാകണം കർത്താവെ. ദൈവദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കരങ്ങളില് ഈ വചനം എടുത്തുകൊണ്ട് ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിക്കുന്ന വായില് അങ്ങയുടെ വചനം നിറച്ചു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ ശക്തമേറിയ ശുശ്രൂഷയ്ക്കായി എല്ലാ യുവാക്കന്മാരെ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേലോ. എല്ലായിടം നടക്കുന്ന ഉണർവ് യോഗങ്ങളെ, ഉപവാസ പ്രാർത്ഥനകളെ, കൺവെൻഷനുകളെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ഭരണാധികാരികളോട് ദൈവം ഇടപെടണമേ കർത്താവെ. രാജാക്കന്മാർക്കും അഭിഷിക്തന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞല്ലോ. അവരുടെ പ്രാർത്ഥന അവരുടെ ഭരണപാഠകമാണല്ലോ. ഞങ്ങളെ പോലെ സാധാരണ ജനങ്ങളെ സമാധാനത്തോടെ രാജ്യങ്ങളൊക്കെ പാർക്കുന്ന സ്വർഗമേ, അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. കടഭാരത്താൽ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. രോഗികളായി ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി കർത്താവെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്രകാരം അങ്ങേ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അങ്ങ് തൊട്ടാൽ സൗഖ്യമാ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഏതെല്ലാം രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നു അവരെ എല്ലാ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഞങ്ങൾ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാനിടയാക്കല്ലേ കർത്താവെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. വേഗത്തിൽ അവരുടെ വിവാഹമൊക്കെ കണ്ട് നടക്കുവാനും അത് കണ്ട് സന്തോഷിപ്പാനും എല്ലാ മാതാപിതാക്കന്മാരെ സഹായിക്കണം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദൈവദാസന്മാരുണ്ട് കർത്താവെ. ഞങ്ങളുടെ മിൻസിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അശ്വതിയെ ഓർക്കുന്നു, ആരതിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നാൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ബീനായെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, റിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവെ വേഗത്തിൽ അവരുടെ ഉദരത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവ്. ഹന്നായുടെ ഗർഭദ്വാരം തുറന്ന കർത്താവ്. നിരാശപ്പെട്ടും വേദനയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ അവരുടെ ഭാരമേറിയ വിഷയങ്ങളിൽ അങ്ങയുടെ കരുതം തുടർമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മനം തകർന്നവരെ അവിടുന്ന് മുറിവ് കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരണം. ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പകരുമാറാകണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവെ ഇന്ന് രാത്രി പുതുതായി കയറിയ പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം സ്തോത്രത്തോടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വചനവുമായി കയറുന്ന അഭിഷക്തനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നല്ലോ കർത്താവെ. ഇന്ന് രാത്രി കാലം എന്റെ മകനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ബഹുനിശ്ചയത്തോടും പ്രാഗൽഭ്യത്തോടും സംസാരിപ്പാൻ കർത്താവെ നിന്റെ മകനെ അധികാരപ്പെടുത്തണം. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുക. രാത്രി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിയായിരിക്കുന്ന രാജ്യത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയദാസ് നടത്തുന്ന ശുശ്രൂഷ സൂം മീറ്റിങ്ങിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ വിട്ടുപോയ കുടുംബങ്ങളെ കർത്താവ് എല്ലാ അപ്പന്റെ കരങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മണ്ണിലിരുന്നു കൊണ്ട് കർത്താവെ ചാടിയനും പ്രാർത്ഥിക്കുവാൻ നിന്റെ മക്കളുടെ വിഷയങ്ങളെ അപ്പന്റെ ഭാരങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിപ്പാനൊക്കെയും തന്ന കൃപയ്ക്കായി സ്തോത്രം. ആര്യനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ കുറവ് ഇന്നത്തെ രാത്രിയുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുക നമ്മി വ്യാപരിക്കുന്ന ശക്തിയെ കഴിവുള്ള കർത്താവിന്റെ കരങ്ങൾ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ മണ്ണിലിരുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ അവിടുന്ന് വസിച്ച് ഞങ്ങൾ അനുഗ്രഹമായി, ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, ദൈവരാജ്യത്തിന് ഞങ്ങൾ
അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപ്പെടുത്തിയിരിക്കട്ടെ. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കൂട്ടി വരുത്തണമേ. 2.5 വർഷക്കാലം കർത്താവെ കയറി ഇറങ്ങി എല്ലാ കുടുംബങ്ങളെ, അഭിഷിക്തന്മാരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നെറ്റിന്റെ ഒരു തടസ്സം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പിന്നെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസിനെ വിശേഷത്തായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വമുള്ള നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കർമ്മേൽ പ്രയർ മിനിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രാവശ്യം ദൈവജനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഒരുക്കിയ സ്നേഹത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസി ഗ്രേസി ആൻഡി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബ്രദർ ബാബു മാവേലിക്കരി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്ത സിസ്റ്റർ സീം ബ്ലൂ സിസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് കർത്താവിന് സർവ്വമാനവ മഹത്വം അർപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ ഡിവൈസിനെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുകയാണ്. ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉള്ളത്, കഴിയുന്നവര് വീഡിയോ ഓൺ ആക്കി സംബന്ധിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമ്മൾ ഒരുമിച്ചുള്ള ശുശ്രൂഷയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രസംഗിക്കുക തന്നെയല്ല, നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യവും കടന്നു വരുവാനും എന്നെ ക്ഷണിക്കുവാനും ഒക്കെയും ദൈവം സഹായിച്ചു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കും എന്നുള്ള ഒരു വലിയ ചിന്ത എന്റെ മനസ്സിൽ വല്ലാതെ അലട്ടുടയെത്തുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി പനിയുടെ മറ്റു അസ്വസ്ഥതകളാൽ വളരെ ഭാരത്തോടുകൂടെ ഞങ്ങൾ കുടുംബമായിട്ട് ആരിപ്പാൻ കഴിഞ്ഞു. എങ്കിൽ തന്നെ കർത്താവ് ദൈവമക്കളുടെ പ്രാർത്ഥന മുഖാന്തരമായ അത്ഭുതകരമായ രോഗസൗഖ്യം ദൈവം തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സഭയിലുള്ള പല പ്രിയപ്പെട്ടവരും രോഗികളായിരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് മുഖാന്തരമായി പലരും ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ട് പ്രത്യേക ഈ പ്രാർത്ഥന ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തികഞ്ഞ ദൈവ ആശ്രയത്തോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിപ്പാൻ ശക്തനായ ദൈവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ഇടത്ത് പല പരിമിതികളുണ്ട്. പല സ്തോത്രം സൂം പ്ലാറ്റ്ഫോമിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ തന്നെയും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദിനങ്ങളിൽ സ്വർഗം അയച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആഗ്രഹത്തോട് സമയം ചെലവഴിച്ചുകൊണ്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുമേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ദിനങ്ങളൊക്കെ പകരുന്നത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പല മീറ്റിങ്ങുകളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പല സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും മീറ്റിങ്ങുകളുണ്ട്. പ്രതികാൽ ഇങ്ങനെ ഒരു വേദി എനിക്ക് പിന്നെയും ഒരിക്കൽ ഞങ്ങളുടെ സഭയുടെ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ ബിനോയ് ജോസഫ് അവറുകളാണ്. അദ്ദേഹം ഈ സമയത്ത് പല മീറ്റിംഗുകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആണെങ്കിൽ തന്നെയും പല അത്ഭുത പ്രവൃത്തികള്, പല സ്തോത്രം അനുഭവങ്ങള് ഈ ദിവസങ്ങളൊക്കെ അത് കേൾക്കുവാനും കാണുവാനും ഒക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മെസ്സേജ് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പാസ്റ്ററെ ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വചനം അത് ആഴത്തിൽ ഞങ്ങളോട് ക്രിയ ചെയ്യുവാനായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിഷമസന്ധികൾ ഭാരങ്ങളുടെ നടുവിൽ ആ ദൈവത്തിന്റെ വചനം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായിരുന്നു എന്നൊക്കെ അനുഭവങ്ങളൊക്കെ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർച്ചയായും വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ ഗ്രേസി ആൻഡി മുഖാന്തരമായി പ്രാർത്ഥന തുടങ്ങിയെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അതിന് പുറകെ വലിയ ഒരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. ആ പദ്ധതിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കേവലം കാഴ്ചക്കാരായി ഒന്ന് സംബന്ധിച്ച് മടങ്ങുന്നതിനേക്കാൾ ഉപരി കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കർത്താവ് ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.
ഒരു പക്ഷെങ്കിൽ അനേക ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടൊക്കെ ആയിരിക്കാം നാം ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിലും പ്രാർത്ഥിച്ചിട്ട് അല്ല ദൈവദാസന്മാർ ആലോചന പറഞ്ഞിട്ട് പിന്നെയും ആ മറുപടി ലേറ്റായി അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിരാശ ഉണ്ടാകാം, വേദന ഉണ്ടാകാം. പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം എത്രമാത്രം കാത്തിരിക്കുന്നോ, ആ വിശ്വാസം ഒട്ടും കുറവില്ലാതെ കാത്തിരിക്കുന്നോ, അതിന്റെ പ്രവൃത്തി അത്ര വലിയ റിസൾട്ടാ വെളിപ്പെടാൻ പോകുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ് വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വചനചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം? 2-ാം അധ്യായം 3-ാം വാക്യോ? 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദർശനത്തിന് അവധി വെച്ചിരിക്കും. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. മതി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ആത്മാർത്ഥതയോട് എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കുന്ന റൂമിൽ ഇരുന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രിയിൽ പല ചോദ്യങ്ങളുമായി ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സ്ഥലത്തേക്ക് കടന്നു വരികയാണപ്പാ. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്ന രാത്രിക്ക് സ്വർഗം മാറ്റണമേ. കടന്ന് നല്ല ഡിവൈസിനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോട് ഇടപെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങളിൽ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ 2 ഭാഗങ്ങളായി കൊടുത്തിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? സ്തോത്രം. ഒന്ന് വലിയ പ്രവാചകന്മാരെന്നും 2 ചെറിയ പ്രവാചകന്മാരെന്നും കൊടുത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരാണ്. അതിന് മുമ്പും പിമ്പുമായി എഴുന്നേൽപ്പിച്ച അനേക പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അതിൽ വലിയ പ്രവാചകന്മാരുമുണ്ട്, ചെറിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകനിൽ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. അദ്ദേഹം യഹൂദയോട് ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് ഈ 3 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് ഈ പ്രവാചകൻ കടന്നു വരുന്നത്, അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ ചോദ്യങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. സ്തോത്രം. പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഒരു പ്രവാചകനാണ്, ദൈവത്തിന് ആലോചന പ്രാപിക്കുന്ന മനുഷ്യനാണ്, ദൈവസന്നിധിയിൽ കൂടെ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചോദ്യങ്ങളാണ് കടന്നു വരുന്നത്. കർത്താവേ, അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ജനം മര്യാദ കെട്ടു പോകുകയാണ്, എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ചോദ്യങ്ങളുമായി കടന്നു വരുന്നത്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നാം വിളിച്ചു വേർതിരിച്ച് കർത്താവിന് ആയിരിക്കുന്നു. പല ചോദ്യങ്ങൾക്കും മറുപടി തന്നിട്ടും ഇന്നും നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് ഒരിക്കലും ഒരു മറുപടി ലഭിക്കത്തില്ലെന്ന് നാം വിധി എഴുതി മാറ്റിവെച്ച ഇടത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ട അനേക സന്ദർഭങ്ങൾ നമ്മുടെ പുറകിലുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴും പല ചോദ്യങ്ങളുമായി നാം കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എപ്പോൾ ചോദ്യങ്ങളുമായി കടന്നു വരുന്നോ അപ്പോഴൊക്കെ മറുപടി നൽകുന്ന ഒരു നല്ല ദൈവം ഇന്നു രാത്രിയിലും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിക്കൊണ്ട് ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്താൽ. Amen. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ചോദ്യങ്ങൾ ലോക മനുഷ്യനോട് ചോദിച്ചാൽ അറിയ പലപ്പോഴും അവർ മടുപ്പ് കാണിക്കാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭർത്താവിനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നതന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളോട് 2 പ്രാവശ്യം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് വേറെ പണിയില്ല എന്ന് ചോദിച്ച് നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയാം, പ്രൈസ് ദി ലോർഡ്, എത്ര ചോദ്യങ്ങളുമായി കടന്നു വന്നാലും അതിന് നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ആ ഒരു പ്രവാചകന് മാത്രമല്ല ദൈവം ഉത്തരം കൊടുക്കുന്നത്. ഇന്ന്
രാത്രി പ്രാർത്ഥിക്കുന്ന കുഞ്ഞ്, പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയ സഹോദര, പ്രിയ അച്ഛയ, പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. Praise the Lord. അനേക വർഷങ്ങളായി ചർച്ച് മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. Hallelujah. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പല മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ, ഇത്ര വർഷം ആ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സ്തോത്രം. Praise the Lord. എന്നാ പാസ്റ്ററെ ആ മറുപടി ലഭിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സ്തോത്രം. ആ സമയത്തൊക്കെയും ദൈവജനത്താൽ ഉറപ്പിക്കുവാൻ ദൈവം എന്നെയും ബലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. എത്ര വർഷങ്ങൾ കഴിഞ്ഞെന്ന് വന്നാലും, എത്ര കാലഘട്ടങ്ങൾ മാറിയെന്ന് വന്നാലും, ഹബക്കൂക്കിനോട് കൊടുത്ത ഉത്തരം പോലെ ദൈവം നമുക്ക് വേണ്ടി മറുപടി തരുവാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. Praise the Lord. 2024 പല ചോദ്യങ്ങളുമായി കടന്നു വന്നു. ഹല്ലേലൂയ. സ്തോത്രം. പല ചോദ്യങ്ങൾ ചോദിച്ചു, എന്നാൽ അതിനൊന്നും മറുപടി വ്യക്തമായി അത് ഇതുവരെയും ലഭിച്ചിട്ടില്ലെങ്കിൽ മാതാവ് നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ. സ്തോത്രം. ചോദ്യങ്ങളുമായി കടന്നു വന്നവരെ ആശ്വസിപ്പിച്ച് നടത്തിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് ഹബക്കൂക്കിന് മറുപടി കൊടുക്കുകയാണ്. എന്താ മറുപടി കൊടുത്തത്? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അതിക്രമങ്ങളും പാപങ്ങളും ഒക്കെ യഹൂദയിൽ ഉയരുമ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടി, ഞാൻ ഈ ജനത്തെ സന്ദർശിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ജനത്തെ സന്ദർശിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സന്ദർശിക്കും? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ്, നിന്റെ കോപത്താൽ ആ ജനത്തെ നീ മുടിക്കുവാൻ പോവുകയാണോ? അല്ല. പിന്നെയോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവർക്ക് നേരെ കൽദയരെ ഞാൻ വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥന മനുഷ്യൻ അവിടെയുള്ള അതിക്രമങ്ങളും പാപങ്ങളും കണ്ടുകൊണ്ട് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടി, നിന്റെ ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട്. നിന്റെ ചോദ്യത്തിന് ഒരു സ്തോത്രം മറുപടി ഉണ്ട്. അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ സർവശക്തനായ ദൈവമാണെങ്കിൽ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച കർത്താവാണെങ്കിൽ, നിന്റെ ചോദ്യത്തിന് മറുപടി വെളിപ്പെടുത്താൻ പോവുക. എന്താ മറുപടി? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ജനത്തെ സന്ദർശിക്കാൻ പോവുകയാണ്. കൽദയരെ അവർക്ക് നേരെ വരുത്താൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രവാചകന് മാത്രമല്ല, ഒരു പാസ്റ്റർക്ക് മാത്രമല്ല, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കുഞ്ഞ്, പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുത്താൻ പോയോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ബാബിലോണിയ അടിമത്തത്തിൽ കിടക്കുമ്പോഴും ഒരു ഭക്തന്റെ പ്രാർത്ഥന എന്ന ഞങ്ങളുടെ വാക്തത്വ നിവർത്തി വെളിപ്പെടുന്നുള്ള പ്രാർത്ഥനയാ. Praise the Lord. Hallelujah. Praise ബാബിലോൺ എന്ന മുഖം ഞങ്ങളുടെ ചുമലിലുണ്ട് എങ്കിൽ തന്നെയും ആ ഭക്തന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? കർത്താവേ, എന്ന് ഞങ്ങൾക്കൊരു വിടുതൽ നൽകുമെന്നുള്ളതാ. ചോദ്യങ്ങളാണ്. ഹല്ലേലൂയ. എന്ന് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകും എന്നുള്ളതാണ്. എന്നാൽ കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ കാലങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മറുപടി ദാനിയേലിന് വേണ്ടി വെളിപ്പെട്ടുവെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കുഞ്ഞ്, പ്രാർത്ഥിക്കുന്ന മാതാവേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഫലിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം മറുപടി കൊടുക്കുകയാണ്. പിന്നെയും ഈ പ്രവാചകന്റെ ചോദ്യം എന്താണെന്ന്, കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, ഈ യഹൂദ എന്ന രാജ്യത്തിനകത്ത് അതിക്രമങ്ങളും പാപങ്ങളും ഉണ്ട്. പിന്നെ ഈ കൽദയർ എന്ന വ്യക്തികളെ, അല്ലെങ്കിൽ ബാബിലോൺ എന്ന വ്യക്തികളെ, അവർ അതിക്രമങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയെങ്കിൽ ആ രാജ്യത്തെ കൊണ്ടുവന്ന് ഈ ജനത്തെ എങ്ങനെ മാനസത്തിലേക്ക് കൊണ്ടുവരുമെന്ന ചോദ്യം ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഒന്നും മറുപടി പറയാതെ വണ്ണം, ഹല്ലേലൂയ, കൊടുത്തിരിക്കുന്ന വാക്യം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു, ഞാൻ കൊത്തളങ്ങിൽ കാത്തിരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തളം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർന്ന ഒരു സ്ഥലത്ത്, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ കപ്പലിനൊക്കെ ഹല്ലേലൂയ സ്തോത്രം ദിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് മോളിൽ. അതുപോലെ സ്തോത്രം ഒരു കൊത്തളത്തിൽ കയറി ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ,
കർത്താവേ ഹല്ലേലൂയ എന്ന് എന്റെ മറുപടി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ പറയുകയാണ് ഹബക്കൂക്കേ, നീ എഴുതുക, നിനക്ക് വായിക്കത്തക്കവണ്ണം അത് നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി ചേർക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്, അത് വരും നിശ്ചയമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പല വിഷയത്തിന്റെ നടുവിൽ കാത്തിരിക്കുന്ന മാതാവേ, പിതാവേ, ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ഓ നിനക്കൊരു മറുപടി വെളിപ്പെടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വർഷങ്ങൾ, ഈ ദിവസങ്ങളിൽ വളരെ 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 ചില വിഷയത്തിനുമേൽ ഭാരത്തോടായിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി വളരെ ശക്തമായി പറയുന്നു, അതിന്റെ മറുപടി തമ്പുരാൻ വെളിപ്പെടുത്താൻ പോയാ. Jesus, hallelujah. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുന്ന ചില മാനവതാക്കൾ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുശീല എന്ന് പറയുന്ന പ്രിയ ആന്റിയോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പല സമയങ്ങളും ആരോടും പറയാതെ വേണം, ഓ ഞരങ്ങിക്കൊണ്ട് വേദനപ്പെട്ടുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, കണ്ണുനീർ ആരും കാണാൻ തുടച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയ മാതാവേ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം പറയുന്നു, ഹല്ലേലൂയ, ഹബക്കൂക്കിന് കൊടുത്ത മറുപടി പോലെ നിന്റെ കുടുംബത്തിനകത്ത് ഒരു മറുപടി വെളിപ്പെടുത്താൻ പോയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വിവേചിച്ചുകൊണ്ട് ഇടപെടുകയാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ റമലഗടക ശത്രുതൽ ബൗഡബ റബലഗദലവൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ഗ്രേസി ആന്റി, ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് പുറകിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതൊക്കെയും മറന്നു പോയിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ. പ്രൈസ്. ഹബക്കൂക്ക് കൊത്തളത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന എന്റെ ദാസി, ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആമേൻ. സ്തോത്രം. ഒരു മറുപടി. ഓ നിന്റെ ദർശനം പോലെ ഒരു മറുപടി വെളിപ്പെടുത്താൻ പോയാണ് ആത്മാവ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി കർത്താവ് ചെയ്യട്ടെ. ആമേൻ, 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 ആമേൻ. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മളുടെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്കിന് കൊടുത്ത മറുപടി പോലെ ഇന്ന് രാത്രി ചിലത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഓ നിന്റെ ദർശനം മങ്ങിപ്പോയിട്ടില്ല, നിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഓ നിയോഗങ്ങൾ മങ്ങിപ്പോയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറായി തീർന്നാൽ അല്ലെങ്കിൽ ഒരു മറുപടി സ്വർഗം വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ദൈവം കൊടുത്ത മറുപടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദർശനം എഴുതുവാൻ പറഞ്ഞു. ദർശനം പ്രവാചകൻ ദർശനം എഴുതുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അത് നിന്റെ ഹൃദയത്തിന്റെ പലകിൽ എഴുതി ചേർക്കാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പല ആലോചനകളും പല സ്തോത്രം വെളിപ്പാടുകളും ഒക്കെ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മറന്നു പോകുന്ന കൂട്ടത്തിലാണ്. സ്തോത്രം. നമുക്ക് ഈ മറവി ഭയങ്കര നമ്മുടെ കൂടപ്പിറപ്പായതുകൊണ്ട് പലപ്പോഴും മറന്നു പോകാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനോട് പറയുന്നു, അത് നിനക്ക് വായിക്കത്തക്കവണ്ണം അത് ഹൃദയത്തിന്റെ പല എഴുതി ചേർക്കാൻ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പ് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആലോചനകൾ, ഓ ഇന്ന് രാത്രി ഓർത്തെടുത്തുകൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പലയിൽ ഒന്ന് എഴുതി ചേർക്കുവാൻ തയ്യാറായി തീർന്നാൽ, ഓ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല മാതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഹല്ലേലൂയ. പ്രവർത്തിപ്പാൻ ഇന്നും ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. അവന്റെ ഭുജം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ദൈവം, പ്രൈസ് ദി ലോർഡ്, അവരുടെ നിലവിളിയും അവരുടെ ശബ്ദവും കേട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം ഈ കർമ്മൽ പ്രയർ സെന്ററിനകത്ത് തമ്പുരാൻ പ്രവർത്തിപ്പാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ.
ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത്. ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നത്, ഓ ഹല്ലേലൂയ, ഒരു ദർശനം വെളിപ്പെടാൻ പോവുകയാണ്, ഒരു നിയോഗം വെളിപ്പെടാൻ പോവുകയാണ്. Praise the Lord. Hallelujah. Praise the Lord. 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രവാചകൻ പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകൻ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. പ്രവാചകൻ ഹല്ലേലൂയ ഇതൊക്കെ കണ്ടിട്ട് സ്തോത്രം താന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇന്നലകളിൽ ബാബിലോണിൽ നടന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്തുകൊണ്ട് 3-ാം അധ്യായത്തിൽ ഒരു പാട്ട് താനങ്ങ് പാടുക. ദൈവത്തിന്റെ ഒരു പാട്ടങ്ങ് പാടുക. എന്താ പാട്ട്? ആ പാട്ടിലെ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. സ്തോത്രം. എന്താ പാട്ടിന്റെ ആദ്യം? ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവമേ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യണം? ജീവിപ്പിക്കണമേ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ പ്രവാചകൻ പറയുന്ന ആ ഗാനത്തിന്റെ ഇരടികൾ എന്താ? കർത്താവേ നിന്റെ പ്രവൃത്തി ആണ്ടുകൾ കഴിയും മുമ്പ് പ്രവർത്തിക്കണമേ എന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നമ്മുടെ ആ ഭാഗം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ചിന്തിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ നമുക്കാണ് ഈ കാലങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ടെൻഷനും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്യും? പ്രവർത്തിപ്പാൻ ഇടയാവും. അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് ആ ഭാഗങ്ങള്. തിരുവചനത്തിലുള്ള 1-2 ഭാഗങ്ങളോട് നാം കടന്നു പോകും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഞാൻ വാക്കുകൾ ചുരുക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രൈസ് ദി ലോർഡ് ഈ അബ്രഹാമിന്റെ ദാസിയായ ഹാഗറിനെ നമുക്കറിയാം. ഹാഗറിനെ പ്രൈസ് ദി ലോർഡ് എല്ലാവരും സുപരിതമായ ഒരു വ്യക്തിയാണ്. അല്ലെ? അബ്രഹാമിന്റെ വീട്ടില് ഒരു മിസ്രൈമിയ ദാസി ഉണ്ടായിരുന്നു. അവിടെ പേര് ഹാഗർ എന്നാണ്. സ്തോത്രം. ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ അവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ 17-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവള് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഈ സാറ ഒത്തിരി മുഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഓടി എവിടേക്ക് പോയി? മരുഭൂമിയിലേക്ക് പോയി. സ്തോത്രം. മരുഭൂമിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ച് ദൂതൻ അവളോട് എന്ത് ചെയ്യുക? സംസാരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. 16-ന്റെ 8-ാമത്തെ വാക്യങ്ങൾ, 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുവാൻ കഴിയുന്ന ദൂതൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൂര്യന് പോകുന്ന വഴിയിൽ അവിടെ മുമ്പിൽ കടന്നു വന്ന് അവളോട് പറയുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? സ്തോത്രം എന്ന് അല്ലെങ്കിൽ ഹാഗറിനോട് ദൂതൻ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അവൾ പറയുകയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഞാൻ ഓടിപ്പോവുകയാണ്, ഞാൻ യജമാനത്തിയുടെ അടുക്കൽ നിന്ന് ഓടി വരികയാണ്, ഞാൻ ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ദൂതനോട് പറയുകയാണ് സ്തോത്രം, നീ പോയി എന്ത് ചെയ്യുക? അടങ്ങിയിരിക്കുക. സ്തോത്രം. ഞാൻ നിന്നെ എന്ത് ചെയ്യും? നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദൈവത്തിന്റെ മറുപടി, ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നീ പോയി എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ അവൾ കേട്ട് സമസ്ത അവൾ അതനുസരിച്ച് അവൾ തിരിച്ച് ആ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ പടർന്നിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഞാന് പ്രൈസ് ദി ലോർഡ് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. 13-ാമത്തെ വാക്യം 16-13. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ചു വന്നത് പ്രൈസ് ദി ലോർഡ് ഈ ഹല്ലേലൂയ സ്തോത്രം സഹോദരി ആർക്കു വേണ്ടിയാണ് ഓടിപ്പോയത്? സ്തോത്രം. ഹല്ലേലൂയ. തന്നെ മുഷിപ്പിച്ച അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച ഭവനം തന്നെ കൈവിട്ടു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയാതെ ഓടി മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ ആരും തന്നെ സഹായിപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അവളെ കണ്ട ഒരു ദൈവം ദൂതനെ അവിടെ അയച്ച് അവക്ക് വേണ്ടി ഉള്ളതൊക്കെയും അവളോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ഞാൻ പറയാം, പ്രശ്ന സങ്കീർണമായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എവിടോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്തുകൊണ്ട് നാം ഭാരപ്പെടുമ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഇന്ന് രാത്രി ഓർക്കണമേ, അങ്ങനെ ചിന്തിക്കുമ്പോഴും മറുഭാഗത്ത് ദൈവം ആ ചിന്ത കൊണ്ട് തന്ന എന്റെ ദൈവം എന്നെ നടത്തും, എന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചിന്തയോട് എന്നെ ധൈര്യപ്പെടുത്തുന്ന ആരാണ്? നമ്മുടെ ദൈവമാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ സ്തോത്രം നമ്മളൊന്നും ഈ ഭൂമിയിൽ നിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. സ്തോത്രം. ആ പ്രശ്നത്തിന് നടുവിൽ ഒലിച്ചു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിലും നിലനിൽക്കുന്ന ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്. ആമേൻ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ കുഞ്ഞുങ്ങളുടെ മേലുള്ള വിഷയം, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള വിഷയം, ഹല്ലേലൂയ, അന്ന് കടന്നു വന്നപ്പോഴൊക്കെയും ഹല്ലേലൂയ ഈ ദൂതനെ ദൈവം അയച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന അയച്ച് എന്നെ ധൈര്യപ്പെടുത്തിയത് മുഖാന്തരമാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഉറപ്പുള്ളവർ. ആ കരമുയർത്തിക്കൊണ്ട് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇത് ഒരു കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ അബുദാബി പട്ടണത്തിൽ ഞങ്ങൾ വന്ന സമയങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, വന്ന കുറച്ച് സമയം നമ്മുടെ ഈ കോവിഡ് കാലഘട്ട സമയങ്ങളൊക്കെ ആയപ്പോൾ വളരെ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു. ഞാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ നിൽക്കാൻ കഴിയുമോ എന്ന് തന്നെ ചിന്തിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് നാട്ടിലാണെങ്കിൽ നമ്മള് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമുക്ക് പോയി, അല്ലെങ്കിൽ ആരോടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടോ ആരോടെങ്കിലും പോയി 10 പൈസ നമുക്ക് ചോദിക്കാമെന്ന് പറയാം. ഈ ദേശത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആരോട് പോയി ചോദിക്കും? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ മുന്നോട്ട് പോകും? 2 കുഞ്ഞുങ്ങളുണ്ട്, റെന്റ് കൊടുക്കണം, റെന്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടും. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധിക്കകത്തൂടെ ഞങ്ങൾ കടന്നുപോയി. സാലറി പെൻഡിങ് ആയി. ഞാൻ നേരത്തെ എനിക്ക് ചെറിയ ജോലി ഉണ്ടായിരുന്നു, എന്നാൽ ജോലി ഞാനത് വിടുവാനിടയായി തീർന്നു. ശേഷമായിട്ട് ഇപ്പൊ വൈഫിന് മാത്രമാണ് ജോലിയുള്ളത്. ആ സമയത്ത് പ്രൈസ് ദി ലോർഡ്, ആ സാലറിയും നിന്നുപോയി. ഏലിയാവിന്റെ കാര്യം പറഞ്ഞ പോലെ കാക്കയുടെ വരവും നിന്നു. പ്രൈസ് ദി ലോർഡ്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്ത നിൽക്കുന്ന ഒരു സമയം. സ്തോത്രം, ഹല്ലേലൂയ. ആ രാത്രികളിലൊക്കെ ഉറങ്ങാത്ത പല രാത്രികൾ. സ്തോത്രം. അന്ന് ആ സമയങ്ങളിലൊക്കെ എന്നെ ബലപ്പെടുത്തിയ ഒരു പാട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, എത്രയോ രാത്രികൾ ഉറങ്ങാതെ ഇരുന്ന ഒരു പാട്ടിന്റെ ഇരടി ഉണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ആ പാട്ടുകളൊക്കെ ഒത്തിരി ആശ്വാസമായിട്ടുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ആ സമയങ്ങളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമെന്നുള്ള ചിന്തയോടുകൂടെ വളരെ വളരെ ഞെരങ്ങിയ അനുഭവങ്ങൾ മുമ്പിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്തൊക്കെ ദൈവം ഈ നൂലെ കെട്ടിത്തരുമെന്നൊക്കെ ഞാൻ അന്നാ കണ്ടത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ കാക്കയൊക്കെ അയച്ച ഏലിയാവിനെ പോറ്റി എന്നൊക്കെ നമ്മൾ വായിക്കും, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അന്ന് അനുഭവിച്ചറിഞ്ഞു. ഇതൊക്കെ അനുഭവപാഠങ്ങൾ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, വളരെ ശാന്തമായി ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, നാളത്തെ നിനക്ക് നിൽക്കത്തക്കമുള്ള ബലം അതിനകത്ത് ആർജിച്ചെടുക്കാൻ ദൈവം തരുന്ന ചില പരീക്ഷകളാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ പരീക്ഷകളെ നാം ജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നാളെ നമുക്ക് നിൽക്കുവാൻ ദൈവം കരുത്ത് പകരും. അത് ആ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് നോക്കിയേ, പ്രൈസ് ദി ലോർഡ്. ആശ്രയിച്ച ഭവനമില്ല, ആരുമില്ല, മരുഭൂമിയില്ല, ആരും സഹായിപ്പാൻ ആരുമില്ല. സ്തോത്രം, പ്രൈസ്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഹല്ലേലൂയ നിൽക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ? സ്തോത്രം, ദൈവത്തിന്റെ ആ മറുപടി വെളിപ്പെട്ടത് കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നത്, ആരും എനിക്കില്ല എന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരുമില്ലെന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെ നാം ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ പിശാച് മുതലെടുക്കും. എന്നാൽ ഇന്ന് രാത്രി ചിന്തിക്കണം, എനിക്കൊരു ഉടയവനുണ്ടെന്ന് ചിന്തിപ്പാൻ എത്ര തയ്യാറാകുന്നുണ്ട്. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച ദൈവം, എനിക്ക് പേര് നൽകിയ ദൈവം, എന്നെ അമ്മയുടെ ഉദരത്തിൽ കണ്ട ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, മുന്നോട്ട് പോകാനുള്ള കരുത്ത് തമ്പുരാൻ തരും. ജീസസ്, ഹല്ലേലൂയ. വികാരകൾ ഘടകങ്ങൾ ശക്തമായി ദൈവാത്മാവ് ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എനിക്കാരുമില്ലല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ച ആരോ ഇതിനകത്തുണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ നിർമ്മിച്ച, നിന്നെ ഉണ്ടാക്കിയ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ കണ്ട ഒരുവൻ ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ട്. അവൻ നിന്നെ കരത്തിൽ പിടിച്ചിരിക്കുകയാ.
ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പ്രതിയോഗിയായെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഓ ആ യജമാനത്തിൽ തന്നെ മുഷിപ്പിച്ചപ്പോൾ അവൾ ഓടി. ഹല്ലേലൂയ. അത് താങ്ങാൻ കഴിയാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിപ്പോയപ്പോഴും അവളെയും തമ്പുരാൻ കൈവിട്ടില്ല. ആമേൻ, സ്തോത്രം. അവക്ക് മുമ്പിലും ദൈവത്തിന്റെ പ്രത്യക്ഷത തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് ഈ വിഷയത്തിന് നടുവിൽ ഓടിപ്പോയേക്കാം, ഇവിടെ കൊണ്ട് തീർത്തേക്കാം എന്തുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ്, പ്രൈസ് ലോർഡ്, ഞാൻ അവനെ ഇവിടെയും കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഒരു കാര്യം നമുക്ക് തിരിച്ചറിഞ്ഞു. പ്രൈസ് ലോർഡ്, എന്നെ കാണുന്ന ഒരുവൻ ഉണ്ടെന്നുള്ളത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആ വാക്കൊരു ബലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് നിന്റെ ഭർത്താവ് കാണുന്നില്ലായിരിക്കാം, നമ്മുടെ കണ്ണുനീര് നമ്മുടെ ഭാര്യ കാണുന്നില്ലായിരിക്കാം, നമ്മുടെ കണ്ണുനീര് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലായിരിക്കാം, നമ്മുടെ കണ്ണുനീര് നമ്മുടെ സഭയിലെ പാസ്റ്റർ കാണുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പറയുന്നു, ഓ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ട്. Jesus, hallelujah, praise the Lord. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരിക്കൽ ഹല്ലേലൂയ, സ്തോത്രം, മോശ ഹല്ലേലൂയ തന്റെ ജനവുമായി മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം, എന്റെ ദാസനായ മോശ എന്റെ മുമ്പിൽ കരഞ്ഞു എന്ന് കാണുവാൻ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊടുത്തിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന പദം, പക്ഷെ മോശ കരഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ കർത്താവ് പറയുക, അല്ലെ, എന്റെ ദാസനായ മോശ എന്റെ മുമ്പിൽ കരഞ്ഞു എന്ന. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിന്റെ അല്ലെ വിങ്ങലുകള്. സ്തോത്രം. ഓ, ദൈവത്തിന്റെ ദാസനായ മോശയുടെ ഹൃദയം പൊടിഞ്ഞത്, ദൈവത്തിന്റെ ദാസനായ മോശയുടെ ഹൃദയം അല്ലെ തകർന്നത് എന്റെ കർത്താവ് കണ്ടിട്ട് പറയുക, ഓ, എന്റെ ദാസനായ മോശ എന്റെ മുമ്പിൽ കരഞ്ഞു എന്ന്. ആമേൻ. ചില വിഷയത്തിനകത്ത് അല്ലെ നെടുവീർപ്പോടെ കരയുന്ന മാതാവ്, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആരും ആ വിഷയത്തിനകത്ത് നിന്നെ കണ്ടില്ലെങ്കിൽ തന്നെയും കാണുന്ന ഒരുവനുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വിങ്ങലുകളെ അറിയുന്ന ഒരു ദൈവനുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി മറന്നു പോകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ലിൻസി, പ്രൈസ് ലോർഡ്, മാത്യു എന്ന് പറഞ്ഞ ഡിവൈസിലെ പ്രിയ മാതാവിനോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, പ്രൈസ് ലോർഡ്, ഹൃദയത്തിന്റെ തേങ്ങലുകൾ അറിയുന്ന ഒരുവൻ കൂടെ ഉണ്ട് കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വാർദ്ധക്യവും നരയുള്ള കാലത്തോളം ചുമക്കുമെന്ന് ചെയ്ത ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി പ്രിയ അമ്മച്ചി, ഹല്ലേലൂയ, പ്രിയ മാതാവിനോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. ആരെന്നെ താങ്ങും, ആരെന്നെ സഹായിക്കും, ആരെന്റെ കൂടെ വരും എന്നുള്ള ചിന്തയോടെ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഞാനാണ് നിന്റെ കരത്തിൽ വഹിക്കുന്നത്, ഞാനാണ് നിന്റെ കരത്തിൽ നിന്നെ പിടിക്കുന്നത്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരം, ഓ, മാതാവിന്റെ കൂടെ ഉണ്ട്. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആരുമില്ലെന്ന് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കരുതേണ്ട മാതാവ് ഇന്ന് രാത്രി നമ്മളെ സൃഷ്ടിച്ച ഒരുടവേ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ നിർമ്മിച്ച ഒരുവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഓ, ഹല്ലേലൂയ. ദൈവാത്മാ ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ചില വ്യക്തികളെ ദൈവം തൊടുന്നുണ്ട്. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. അവൾ പറയുക, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരും നമ്മളെ കാണുന്നില്ലെങ്കിലും വിഷമിക്കണ്ട, നമ്മളെ കാണുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ, മോശയെ കണ്ട ദൈവം, ഓ, അബ്രഹാമിനെ കണ്ട ദൈവം, ഓ, യോശുവയെ കണ്ട ദൈവം, ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലൻ പൗലോസിനെ കണ്ട ദൈവം ഇന്ന് രാത്രി നമ്മളെ കാണുന്ന ദൈവമാണ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4 പദപ്രയോഗങ്ങളാണ് ആ കഷ്ടത. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. സ്തോത്രം.
ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവമാണ്, കാണുന്ന ദൈവമാണ്, അവൻ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം ഒരു വിഗ്രഹമല്ല, ഒരു ഉപഗ്രഹത്തിന്റെ മുമ്പിലല്ല നാം നിൽക്കുന്നത്. ഇന്ന് രാത്രി നമ്മളെ അറിയുന്ന ഒരുവനുണ്ട്. സ്തോത്രം. എന്റെ നിലവിളി കേൾക്കുന്നവനാണ്, എന്റെ കണ്ണുനീര് കാണുന്നവനാണ്. ഓ ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ളവർ ആത്മാവിൽ കർത്താവിനെ അല്പസമയം സ്തോത്രം ചെയ്താട്ട്. Praise the Lord, praise the Lord, praise the Lord, hallelujah. Jesus, hallelujah. Praise the Lord, hallelujah. Praise the Lord. അടുത്ത ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? Praise the Lord. Praise the Lord. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ, 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, Praise the Lord, അവൾക്ക് ഹല്ലേലൂയ ഒരു മകനെ തമ്പുരാൻ കൊടുത്തു. സ്തോത്രം. അതിനുശേഷമായിട്ട് ആ ഭവനം വിട്ട് ഇറങ്ങി പുറപ്പെട്ടു. Praise the Lord. ആ സമയത്ത് മരുഭൂമിയിൽ ഒരു ഉറവ തന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുത്തത് നാം കാണുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. വാക്ക് പറഞ്ഞവൻ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ആ മരുഭൂമിയിൽ വെച്ച് നിന്നോട് ഹാഗറിനോട് ഇടപെട്ട ദൈവം അവന്റെ പ്രവൃത്തി അത് വെളിപ്പെടുത്താൻ തുടങ്ങി. സ്തോത്രം. എന്താ അവിടെ വെച്ച് പറഞ്ഞത്? നിന്റെ സന്തതിയെ ഞാൻ വലിയ വലിയ ജാതിയാക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ സഹോദരന്മാർക്കെതിരെ പാർക്കും. പ്രൈസ് ദി ലോർഡ്. അവനൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ദൈവം, പ്രൈസ് ദി ലോർഡ്, അതേ നിവർത്തി തമ്പുരാൻ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി എത്ര വലുതാ. ആമേൻ. Jesus, hallelujah. Praise the Lord. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാതാവേ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, ചില വർഷങ്ങൾക്ക് പുറകിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്നോട് പറഞ്ഞ ആലോചനകൾ നിവർത്തിപ്പാൻ ദൈവശക്തനായ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ആമേൻ. Praise the Lord, hallelujah. വേഗത്തിൽ നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. Praise the Lord. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? Praise the Lord. അവിടെ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നത് കാലേബ് എന്നാണ് മനുഷ്യന്റെ പേര്. Praise the Lord. കാലേബ് എന്നാണ് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. കാലേബും യോശുവയും, സ്തോത്രം, ഒരിക്കൽ മോശ പ്രൈസ് ദി ലോർഡ് രഫീദീമിൽ പാളയം ഇറങ്ങിയ സമയത്ത്, പ്രൈസ് ദി ലോർഡ്, അവരെ കാദേശ് ബർന്നയിൽ വെച്ച് അവരെ ഹല്ലേലൂയ സ്തോത്രം ഒരു കണക്കെടുക്കുവാൻ, അല്ലെങ്കിൽ സ്തോത്രം ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. അവിടെ വെച്ച് അവിടെ പറഞ്ഞു വിട്ടിട്ട്, സ്തോത്രം, ചിലരെ 2 പേര് മാത്രം വന്ന് നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വന്ന് പറഞ്ഞു. നമുക്ക് അവരെ പിടിച്ചെടുക്കാൻ കഴിയും, നമുക്ക് കനാലുള്ള അനാക്യ മല്ലന്മാരെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ആ ദൈവദാസന്മാർ കാലേബും യോശുവയും എന്ന് പറയുമ്പോൾ മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു, ഇല്ല, അനാക്യ മല്ലന്മാരുടെ പട്ടണമാണ്, അവിടെ നമുക്ക് എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവർ വന്ന് പറഞ്ഞ നിമിത്തമായി അന്ന് മോശ കാലേബിനോട് പറയുക, സ്തോത്രം, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അന്ന് മോശ പറഞ്ഞു, നീ ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 6-ാമത്തെ വാക്യം യോശുവയുടെ പുസ്തകം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒന്നാം അധ്യായമാണ് പക്ഷേ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അനന്തര യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനീസ്യനായ യെഫൂന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ചില കാര്യങ്ങളാണ് കാലേബ് യോശുവയുടെ അടുത്ത് എന്ന് പറയുന്നത്. കാലങ്ങൾ മാറി, മോശ മരിച്ചു, യോശുവ ഇപ്പോൾ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. അപ്പോൾ വന്ന് യോശുവ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് നമ്മളെ അയച്ചപ്പോൾ എനിക്ക് എത്ര വയസ്സായിരുന്നു? 40 വയസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 വയസ്സായിരുന്നു. അല്ലയ, ഞാനിങ്ങനെ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കാണാൻ കഴിയുന്നത്, ഇത്രയും നാളെ ഈ 40 വർഷം നടന്ന് വന്ന ശേഷം ദൈവം ഒരു ഉത്തരവാദിത്വം ആർക്ക് കൊടുക്കുന്ന? കാലേബിന് കൊടുക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും വർഷങ്ങൾ നടന്നിട്ടും ഈ ഭക്തന് മടുപ്പ് തോന്നിയില്ലല്ലോ.
സ്തോത്രം. കാലങ്ങൾ കുറച്ചായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്? 40 വയസ്സ് വരെ നടന്ന ശേഷം ദൈവം അന്ന് മോശ മുഖാന്തരമായി കനാനിലേക്ക് അയച്ചു. അവിടെ പോയിട്ട് മറുപടി വന്ന് പറഞ്ഞു, മറ്റുള്ള സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കിയപ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ മനോബോധപ്രകാരം ദൈവത്തിന് അല്ലെങ്കിൽ മോശയുടെ അടുത്ത് വന്ന മറുപടി കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇത്രയും നാള് നടന്നിട്ട് കാലേബേ നിനക്കൊരു മടുപ്പ് തോന്നിയില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആണ്ടുകൾ പലതും കഴിഞ്ഞു, ഇതുവരെയായിട്ടും ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നും നിറവേറപ്പെട്ടിട്ടില്ല. ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഒന്ന് മാറി അല്ലെങ്കിൽ പലയിടത്തും. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൂടാരം മാറ്റി അടിക്കുന്ന അല്ലാതെ ഒരു വാഗ്ദത്ത നിവർത്തിയും സ്വന്തമായ ഒരു പട്ടണമോ സ്വന്തമായ ഒരു വീടോ മറ്റു കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. പിന്നെയും ദൈവം പറഞ്ഞതനുസരിച്ച് ഓരോ ലീഡർഷിപ്പ് മാറുമ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീസസ്. ഹല്ലേലൂയ. അഡോൺ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ഹല്ലേലൂയ. ഓ ജീസസ്. കാലങ്ങൾ പലത് കഴിഞ്ഞിട്ടും കർത്താവേ എന്നൊരു മറുപടി വെളിപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, കാലേബിന് കൊടുത്ത വാഗ്ദത്തം പോലെ നിന്റെ കാലങ്ങൾ പലത് കഴിഞ്ഞെന്ന് വന്നാലും നിവർത്തീകരിപ്പാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. 40 വയസ്സാകുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ പ്രായമായെന്ന്. അതിന് കൂടെ അല്പം ഷുഗറോ കൊളസ്ട്രോളോ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പറയും, ഇനിയിപ്പം ഇനി അധികം നാളൊന്നും കാണത്തില്ല, എന്നാ പൂർത്തീകരിക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വാഗ്ദത്തം നിവർത്തിച്ച് തമ്പുരാന് കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ആണ്ടുകൾ കഴിയും മുമ്പ് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഭക്തനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഈ 40 വയസ്സ് വരെ നടന്നിട്ടും ഒരു മടുപ്പ് തോന്നുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു മറുപടി തമ്പുരാൻ കൊടുത്തു. ആ മറുപടി, ഹല്ലേലൂയ, സ്തോത്രം, അത് മോശ കൊടുത്ത ഉത്തരവാദിത്വമാണ്. അത് നിവർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും അടുത്ത വാക്യം 11ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യോശുവയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ഭക്തന് 85 വയസ്സുണ്ട്. 85 വയസ്സുള്ള ആ ഭക്തൻ, പ്രൈസ് ദി ലോർഡ്, അവിടെ നിൽക്കുമ്പോൾ യോശുവയോട് പറയുകയാണ്, ഇന്നും എനിക്ക് പടവെട്ടാൻ കഴിയും, ഇന്നും എനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് 85 വയസ്സുണ്ട്, ഇപ്പോഴും എനിക്ക് പടവെട്ടാൻ കഴിയും. നീ എനിക്ക് ആ മല നൽകുകയാണെങ്കിൽ ഞാൻ അത് പടവെട്ടി പിടിച്ചുകൊള്ളാമെന്ന് പറയുക. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കാലേബേ, നിന്റെ ശരീരത്തിന്റെ ജടാചരങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പലതരത്തിലുള്ള വേദനകൾ കടന്നു വന്നിട്ടുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, അതിനെയൊക്കെ വെല്ലുന്ന ഒരു ദൈവപ്രവൃത്തി അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വർഷവും ഈ പ്രായത്തിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഇറങ്ങുവാൻ പോയോ? ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. വയസ്സ് 70ആയി, വയസ്സ് 60ആയി, 55ആയി, ഇനി എന്നാണെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, ഒരു ഭക്തൻ നടന്നിട്ട് ക്ഷീണിച്ചു പോകാതെ വേണം 85ാമത്തെ വയസ്സ് നിൽക്കുമ്പോഴും അവൻ പറയുക, ഹല്ലേലൂയ, അതെനിക്ക് തരിക, ഞാനത് വെട്ടിപ്പിടിക്കാം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ, മാതാവേ, പിതാവേ, ഹല്ലേലൂയ, ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചല്ല ചില വെട്ടിപ്പിടിക്കേണ്ടത്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ വ്യാകരിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച് പോരാടിയെടുക്കേണ്ട വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹല്ലേലൂയ ദൈവമക്കളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഷുഗർ അല്പം കൂടുതലാണ്, അപ്പൊ ഇപ്പൊ എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാനെങ്കിൽ പറ്റത്തില്ല. പക്ഷേ നീ എങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ കിളികളെ വിറയ്ക്കുകയാണെന്നൊക്കെ പറയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി എങ്ങനെയാ പാസ്റ്റർ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഞാൻ
ആ കഴിയുന്നിടത്തോളം, ഓരോരുത്തരുടെ ശരീരപ്രകൃതികളൊക്കെ വ്യത്യസ്തമാണല്ലോ, കഴിയുന്നിടത്തോളം ആകുന്നത് പോലെ ഒരു നേരമെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാകാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. നേടിയെടുക്കേണ്ടത് പലതും നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പലതും പെൻഡിംഗ് ആയി കിടക്കുകയാണ്. ആത്മാവ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ ബാബുജ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുക, പ്രൈസ് ദി ലോർഡ്, ആ കുടുംബത്തിനകത്ത് അല്ലെ ഇനിയും വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുത്താൻ തമ്പുരാന് പദ്ധതിയുണ്ട്. പക്ഷെങ്കിൽ അത് മുടങ്ങിക്കിടക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ വേറിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അറിയപ്പെടാത്ത ചില നന്മകളുടെ വഴികൾ യേശുവിന്റെ നാമത്തിൽ അത് തുറക്കാൻ പോവുകയാണ്. ഒരു ഉറവ തുറക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. ഹല്ലേലൂയ. പ്രിയ മോളി സിസ്റ്ററെ, ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അല്ലെ മുടങ്ങി കിടക്കുന്നത് പലതുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ തയ്യാറായി തീർന്നാൽ, ഹല്ലേലൂയ, യുദ്ധം ചെയ്യാൻ തയ്യാറായി തീർന്നാൽ ദൈവം ചില നന്മകൾ വെളിപ്പെടുത്താൻ പോയാ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരം അടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ചില വാഗ്ദത്ത നിവർത്തി ഇന്ന് രാത്രി ആരാധിച്ച് ജയമെടുത്ത് പ്രാർത്ഥിച്ച് ഏറ്റെടുത്താണ്. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അല്പസമയം സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഈ ദിവസങ്ങളെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. പ്രായം കഴിഞ്ഞുപോയി, ഇനി എന്നെ കൊണ്ട് കഴിയത്തില്ല, ഉപസിപ്പാൻ കഴിയത്തില്ല, പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല എന്ന് പലരും ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, കുഞ്ഞെ, ദൈവദാസനല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് രാത്രി നീ വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ, നീ വില കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നു. ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാണ്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ. 2024 പ്രാപിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദാനിയേലിനെ പോലെ സ്തോത്രം യെരൂശലേമിന് നേരെ വാതിൽ തുറന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായി തീർന്നാൽ, യുദ്ധം ചെയ്യുവാൻ തയ്യാറായി തീർന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഇറങ്ങാൻ പോവുകയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാലേബ് വിചാരിച്ചില്ല, പ്രൈസ് ദി ലോർഡ്, ഇനിയും എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല, ഇനി ഞാൻ എങ്ങനെ പിടിക്കുമെന്ന് കാലേബ് ചിന്തിച്ചില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 40-ാമത്തെ വയസ്സിൽ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി മറുപടി കൊടുത്തു. പക്ഷെ ഇപ്പോഴും സ്തോത്രം എനിക്ക് ബലവും ആരോഗ്യം ഒക്കെ ഉണ്ട്. സ്തോത്രം. നേടിയെടുക്കേണ്ടത് എന്റെ ചുമതലയാ. ആമേൻ. വാഗ്ദത്തം കയ്യെത്തും ദൂരത്ത് കിടപ്പുണ്ട്. യോശുവേ, കയ്യെത്തും ദൂരത്ത് ആ മല കിടപ്പുണ്ട്, അതെനിക്ക് നേടിയെടുക്കണം. ആമേൻ. ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. കയ്യെത്തും ദൂരത്ത് ആന്റി. ഹല്ലേലൂയ. ദൈവദാസനെ, ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ കയ്യെത്തും ദൂരത്ത് വാഗ്ദത്തം കിടക്കുകയാ. പക്ഷെങ്കിൽ ഇന്ന് രാത്രി അത് നേടിയെടുക്കണം എന്നെ ചുമതലയാ. താങ്ക് യു ലോർഡ്. പലതും പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, കാലേബിനെ പോലെ 85-ാമത്തെ വയസ്സിൽ എഴുന്നേറ്റുകൊണ്ട് പറയാൻ കഴിയുമോ, കർത്താവേ, എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ബലമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കും, ഞാനത് നേടിയെടുക്കുമെന്ന് എത്ര ചിന്തിക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ കർമ്മൽ പ്രയർ മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വളരെ വ്യക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിച്ച ഗ്രേസിയാൻഡി ഇതിനകത്ത് പ്രാർത്ഥിച്ച പല വിഷയങ്ങളിലും മറുപടി വെളിപ്പെടാനുണ്ട് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. യുദ്ധം ചെയ്ത് നേടിയെടുക്കുവാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ ശക്തമായി ഉദ്ബോധിപ്പിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന കൂടിവരകൾ, ഫേസിലെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു വലിയ മറുപടി, ആമേൻ, ഒരു വലിയ മഴയുടെ മുഴക്കം ഏലിയാവ് കേട്ടതുപോലെ ഇന്ന് രാത്രി അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ.
Jesus. Praise the Lord. Hallelujah. ചില ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിക്കണം. പ്രൈസ് സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിലും പ്രിയ ആന്റിയോടൊപ്പം ചേർന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മറുപടി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുകയാണ്. ആത്മാവിന്റെ രാത്രി വളരെ വ്യക്തമായി പറയുക. Praise the Lord. Hallelujah. ഒരു പ്രാർത്ഥന കൊണ്ട് അത് മതി എന്ന് പറഞ്ഞു നിൽക്കാനല്ല, ഈ ദിവസങ്ങളിൽ വേറിട്ട് പ്രാർത്ഥിപ്പാൻ, വേറിട്ട് കരയുവാൻ ഈ മിനിസ്ട്രി തയ്യാറാകുന്നുവെങ്കിൽ അത് ഞെട്ടിക്കുന്ന ചില മറുപടികൾ, ആമേൻ, സ്തോത്രം, ഇനിയും വരത്തില്ലെന്ന് പറയുന്ന ചില മറുപടികൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ പോയാൽ, ആമേൻ, അത് ഊതച്ചെടുക്കുന്നത് ആത്മാവിൽ അല്പസമയം സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. Oh, thank you, Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം. മുമ്പിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന കാലേബിനെയല്ല നമുക്ക് കാണുന്നത്. സ്തോത്രം. Praise the Lord. Hallelujah. മുമ്പിൽ കിടക്കിരിക്കുന്ന അല്ലെങ്കിൽ അത് കയ്യിൽ ഒതുക്കാം അല്ലെങ്കിൽ പിടിച്ചടക്കാം എന്നുള്ള ചിന്തയോടുകൂടെ, ഹല്ലേലൂയ, സ്തോത്രം, അതെങ്ങനെയെങ്കിലും വന്നു ചേരുമെന്ന് ചിന്തയോടുകൂടെ നിൽക്കുന്ന ഒരു കാലേബിനെയല്ല നമുക്കവിടെ കാണുന്നത്. സ്തോത്രം. പിന്നെയും ഹല്ലേലൂയ തന്റെ ശരീരത്തിന്റെ ഹല്ലേലൂയ അവസ്ഥകളൊക്കെ മറികടന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, എനിക്കതിനെ പിടിച്ചെടുക്കാൻ കഴിയും, എനിക്കതിനെ നേടിയെടുക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ നിർജീവത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, അബ്രഹാമിന്റെ നിർജീവാവസ്ഥകളെ അതിനെ തമ്പുരാൻ കാറ്റിപ്പറത്തിക്കൊണ്ട് അവരുടെ വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ, ആമേൻ, ചില മറുപടി വെളിപ്പെടുത്താൻ. ആമേൻ. Thank you, Lord. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം. Praise the Lord. Hallelujah. ഞാൻ പറയട്ടെ, സ്തോത്രം, ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ട് ദൈവദാസൻ ആലോചന പറഞ്ഞു, ഇന്ന മാസം ഇത്രാം തീയതി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ദൈവദാസൻ പോകും, അല്ലെങ്കിൽ ആ ദൈവദാസൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് പോകും. പക്ഷെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, പലർക്കും പറ്റുന്ന പരാജയം, ആ വാഗ്ദത്ത വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിപ്പാൻ പലരും തയ്യാറാകത്തില്ല. അത് വെച്ച് പ്രാർത്ഥിക്കുവോ അതിന് വെച്ച് ഉപസിക്കുവാനോ നമ്മൾ പലപ്പോഴും തയ്യാറാകത്തില്ല. അതുകൊണ്ട് ആ മറുപടി ഇന്നും പെൻഡിങ് ആയി കിടക്കുകയാണ്. സ്തോത്രം. ദൈവാത്മാവ് ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ദൈവദാസന്മാർ കേൾക്കും, ഞാനും കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഹല്ലേലൂയ, നാം യുദ്ധം ചെയ്ത് മേടിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കൊരു യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ എന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ആന്റി, ഞാൻ എന്റെ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളാ. ഇത് ദൈവദാസന്മാരെ ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യത്തിന് പോകുക, പിന്നെ പറയും തിരക്കാണെന്ന് പറയും. നോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കേട്ട വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുന്ന എന്റെ ഉത്തരവാദിത്വമാണ്. അത് എനിക്കൂടെ വേണ്ടിയാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അതിൻ പ്രകാരം വില കൊടുത്തു നിൽക്കുവാൻ നാം തയ്യാറായി തീർന്നാൽ കാലേബിനെ പോലെ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട് യേശുവിന്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ വയസ്സ്, എന്റെ പ്രായത്തിന് അതീതമായി അല്ലെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിൽ പോരാടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. എന്റെ അല്ലെങ്കിൽ ശരീരസ്ഥിതികൾക്ക് അതീതമായി ഞാൻ പോരാടാൻ പോകുക. Praise the Lord. Hallelujah. സ്തോത്രം. എന്റെ തിരക്കുകളുടെ നടുവിൽ അതീതമായി ഞാൻ പോരാടി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിനങ്ങളിൽ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. ആമേൻ. Jesus. Hallelujah. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാണ്. സ്തോത്രം. Praise the Lord. Hallelujah. എന്റെ സമയം തീർന്നു, ഞാൻ എന്റെ വാക്കിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഹബക്കുക്ക് പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പേ കർത്താവേ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. രണ്ടാമത്തെ അല്ലെങ്കിൽ കാര്യം, ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ അവസാനമായി ഹബക്കുക്ക് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒലിവ് വൃക്ഷത്തിന്റെ ഫലം എനിക്ക് നൽകിയില്ലെങ്കിലും, പ്രൈസ്, മറ്റ് ഇതരമായ ഗോശാലി പശുക്കൾ ഇല്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലെങ്കിലും എന്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തൻ പറയുകയാണ്. ചോദ്യങ്ങളുമായി കടന്നു വന്ന ഭക്തന് ദൈവം മറുപടി കൊടുത്തു. പിന്നെയോ കാത്തിരുന്ന ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഭക്തന് ദൈവം ആലോചന ദർശനം കൊടുത്തു. അതിനുശേഷമായിട്ട് അവസാനം ഒരു മറുപടി കർത്താവ് കൊടുക്കുകയാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു ഉറപ്പ്
ഹബക്കൂക്ക് പ്രാപിക്കുകയാണ്. ഇതൊന്നും എനിക്കില്ലെങ്കിലും എന്റെ കർത്താവ് ഞാൻ ആനന്ദിക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ചിന്താ വിഷയം മറന്നു പോകരുത്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി തമ്പുരാൻ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഈ കർമ്മേൽ പ്രേയർ സെന്ററിനോട്, പ്രേയർ മിനിസ്ട്രിയോട് ദൈവാത്മ പറയുന്നു, ചില പ്രവൃത്തികൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നടച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളെ തന്നെ ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്റെ കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ, എന്റെ മേലുള്ള വിഷയത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ചില യുദ്ധം ചെയ്ത് മേടിപ്പാൻ, പോരാടി മേടിപ്പാൻ എന്നെ അവിടുന്ന് ഒരുക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ജീവിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനു വേണ്ടി വില കൊടുത്ത് ഹബക്കൂക്കിനെ പോലെ നിൽപ്പാൻ നാം തയ്യാറായിത്തീർന്നെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തി ഈ 2025 കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവേ, പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ മീറ്റിംഗിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർമ്മേൽ പ്രയർ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഗ്രേസിയാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഡിവൈസിനെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേലൊക്കെ തമ്പുരാൻ വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണം. പിന്നെ അനേക ഡിവൈസിനെ സ്വർഗ്ഗം നൽകണമേ. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ മുമ്പിൽ നിവർത്തീകരിക്കാത്ത ചില വാഗ്ദത്തങ്ങൾ ഉണ്ട് കർത്താവേ. അതൊക്കെ ഈ ദിവസങ്ങൾ നിറവേറപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസി ഗ്രേസിയാന്റിയുള്ള പ്രത്യേകം നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. തുടർന്നും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നമുക്ക് മുന്നേറാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീർച്ചയായും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗാനം ആലോചിക്കാം. പ്രിയ സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്ററെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനേക ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വന്തം ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എല്ലാവരെയും സ്വർഗ്ഗം ഇതിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, സകലത്തിനും മതിയായവൻ, ഹല്ലേലൂയ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അസംഭവങ്ങളെ സംഭവമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വചനം സംസാരിച്ച ദൈവത്തിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവദാസനെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കരങ്ങളിൽ ഉപയോഗിക്കുമാറാകട്ടെ. അനേകർക്ക് ആശ്വാസം പകരുവാൻ, നീരിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കാതെ കോണം സ്വർഗ്ഗം അധികാരപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വ്യക്തിപരമായി ഹല്ലേലൂയ പലരോടും വലിയ ആലോചന അറിയിക്കാൻ ബലപ്പെടുത്തിയല്ലോ. പൊതുവായി ഹല്ലേലൂയ വചനത്തിലൂടെ ആശ്വാസം പകരുന്ന വചനങ്ങളെ നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന വചനം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കേൾക്കുവാൻ ഇടയായിത്തീരുന്നല്ലോ. എത്ര പേർ ഗ്രഹിച്ചുവെന്ന്, എത്ര പേർ ഏറ്റെടുത്തുവെന്ന് ഞാൻ അറിയുന്നില്ല. സ്വർഗ്ഗസ്ഥനായ ദൈവം അറിയുന്നു. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ശക്തിയുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം ഏറ്റെടുക്കുന്നുവെങ്കിൽ, വചനപ്രകാരം ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോടുകൂടെ ആയിരിക്കാൻ ആ കാലേബിനെ പോലെ, ആ യോശുവയെ പോലെ യോശുവ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഞാനുണ്ട് കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. കാലേബ് പറഞ്ഞതുപോലെ ആ 40 വയസ്സിലുള്ള ഹല്ലേലൂയ അതേ ആരോഗ്യവും ബലവും ഈ 85-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടെന്ന് പറയുവാൻ ഇടയായത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സ്തോത്രം. അവൻ ദൈവത്തോടും പറ്റിയിരുന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ, അവരുടെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒന്നിനും കുറവ് വരില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 365 പ്രാവശ്യം ഹല്ലേലൂയ ഭയപ്പെടേണ്ടെന്നുള്ള വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദിവസവും ഭയപ്പെടേണ്ടെന്നുള്ള വാക്ക് നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയം വേണ്ട. ദൈവത്തിൽ ആശ്രയിക്കുന്ന
വ്യക്തിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും രോഗത്തിലും ദുഃഖത്തിലും അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഹാലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹാലേലൂയ. ഈ ഇപ്പോൾ അത് പറയുന്നില്ല, ഇനി അവസരം കിട്ടുമ്പോൾ പറയുന്നതായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹാലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ, കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കും. ഈ പ്രേയർ ഗ്രൂപ്പിനെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സ്വർഗം നട്ടതെങ്കിൽ അത് വളർത്തുവാൻ സ്വർഗം ശക്തനാണ്. ഇത് ഈ ലോകമെമ്പാടും അതിനെ വ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരുണ യാചിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അനേകർക്ക് വിടുതലായി തീരട്ടെ, അനേകർക്ക് സൗഖ്യമായി തീരട്ടെ, അനേക പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ഈ ദൈവത്തിന്റെ വചനം ഹാലേലൂയ അവരെ ഒരുക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹാലേലൂയ. പ്രിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തെ ഓർത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിക്കുമാറണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവരെയും ദൈവകരങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും സ്വർഗം അത്ഭുതം പ്രവർത്തിക്കട്ടെ, വിടുതലായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോന്നി കേൾക്കുമാറാകണം. പാസ്റ്ററെ, പ്രൈസ് ലോർഡ്. ആശീർവാദം കൂടെ പറയണേ. എന്നോടാ മാറ്റി. അതെ അതെ പാസ്റ്റർ, ആശീർവാദം കൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശിസ് വരുന്ന പരിശുദ്ധാത്മന്റെ സ്വവാസവും കാവലും നാമത്തെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനു മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിന് ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രി ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്. ഇന്ന് 3-ാം അധ്യായം വെച്ചിട്ടാണ് ഇന്ന് സംസാരിച്ചത്. ദൈവത്തിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിനോയ് പാസ്റ്ററാണ് ഇതിന് മുഖാന്തരം ഒരുക്കി തന്നത്. ഇനിയും തുടർന്ന് സമയം കിട്ടുമ്പോ ഒക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം